ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കൾച്ചർ കഫേ സ്റ്റുഡിയോയുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. അപ്പോൾ നിറയെ നന്മകളും നിറയെ നല്ല വിശേഷങ്ങളും കാര്യങ്ങളും നിറഞ്ഞിട്ടുള്ളൊരു വർഷമായിരിക്കട്ടെ 2025 ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും. അതുപോലെ തന്നെ എല്ലാം നിറഞ്ഞ് നിങ്ങൾക്ക് സന്തോഷമുള്ള കുറേ നിമിഷങ്ങൾ ഉണ്ടാവുന്ന ഒരു വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ തവണ ന്യൂ ഇയറിനായിട്ട് സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നും തന്നെ ഇല്ലായിരുന്നല്ല, വളരെ സ്മൂത്തായിട്ട് പോയിട്ടുള്ള ഒരു ന്യൂ ഇയർ തന്നെയായിരുന്നു. ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. മറ്റൊരു സാധാരണ ദിവസം പോലെ തന്നെ നമ്മളത് എൻജോയ് ചെയ്തു. ഇത് അതിനൊക്കെ മുമ്പ് 2024 ഞങ്ങൾ നടത്തിയ ഒരു ചെറിയ യാത്രയാണ് കേട്ടോ. എനിക്കും ശരത്തിനും ഇവിടെ ചെന്നൈയിൽ ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. എവിടെയാണ് അതിൻ്റെ പ്രത്യേകതകൾ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ ദേ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു നീണ്ട വഴിയാണ്. നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് അകത്തേക്ക് ഇങ്ങനെ നീളത്തിലൊരു വഴി കാണാൻ പറ്റും. OMR ആണ് കേട്ടോ ഇത്. OMR ഒക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും പെബിൾ ബീച്ച് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു ബീച്ചുണ്ട്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ബീച്ചാണ്. അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇവിടെ പോകുന്നത്. കാരണം ഒരുപാട് ബഹളമോ, ഇപ്പം മറ്റ് 2 ബീച്ചുകളെന്ന് പറഞ്ഞാൽ മെയിനായിട്ടും മെറീന ബീച്ചും പിന്നെ ബസന്റ് നഗർ ബീച്ചും. ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര നോയ്സിയാണ്. ആൾക്കാരും പിന്നെ കുറേ കടകളും ഒക്കെ, പിന്നെ തറയിൽ മൊത്തം വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. പക്ഷേ ഇവിടെ സംഭവം വ്യത്യസ്തമാണ് കേട്ടോ. അപ്പോൾ അവിടെ പോവാം. നമുക്കിതുപോലെ മണലിൽ ഒത്തിരി കളിക്കാൻ പറ്റും. കുട്ടീനെ ധൈര്യമായിട്ട്, കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണമെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് അവരെ ഇങ്ങനെ കളിക്കാനായിട്ട് വിടാൻ പറ്റും. തറയിലൊന്നും അത്രയ്ക്കും അഴുക്കോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ കിട്ടിയ അവസരം സായിയും ഡാഡിയും നന്നായിട്ട് അങ്ങ് വിനിയോഗിച്ചു കേട്ടോ. ഒരുപാട് നേരം അവിടെ അവർ കളിച്ച് തിമിർക്കുന്നുണ്ടായിരുന്നു. ചെന്നൈയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ബീച്ച്. ഒരുപാട് ആൾക്കാരൊന്നും കാണത്തില്ല, വളരെ പീസ്ഫുള്ളാണ്. നമ്മുടെ തമിഴിൽ ഏതൊക്കെയോ മൂവീസിൻ്റെ ലൊക്കേഷനായിട്ടുണ്ട് ഈ ഒരു സ്ഥലം. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് പെബിൾ ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ളൊരു ലൈനാണ് കേട്ടോ. ഇത് അടുത്തടുത്ത് ഇങ്ങനെ മെയിൻ റോഡിൽ നിന്ന് നമുക്കിങ്ങനെ അകത്തേക്ക് റൂട്ട്സ് ഉണ്ട്. അപ്പോൾ അതുവഴി വന്നാലും നമുക്ക് ഈ ബീച്ചിൽ വരാൻ പറ്റും. ഒരുപാട് ക്രൗഡഡ് അല്ല. പിന്നെ ബെസ്റ്റ് പാർട്ട് എന്താണെന്നറിയാമോ, ഇവിടെ കടലും, യു ക്യാൻ സീ ദിസ് ഫ്ലവർ കണ്ടോ. സോ ഐ എം നോട്ട് റോങ്, ഇല്ല പാട്ടില്ലേ, എനിക്കറിയില്ല അതിൻ്റെ ലൊക്കേഷൻ ഇത് തന്നെയാണോ, പക്ഷേ ഈ ഫ്ലവറൊക്കെ അതിനകത്ത് കാണാൻ പറ്റും. ആ പാട്ടിനകത്ത് നല്ല രസമാണ്. ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ബ്ലാങ്കറ്റ് പോലെ വെച്ചിട്ടുണ്ട്. സോ ഞങ്ങളിവിടെ കുറേ നേരം കളിച്ചു, ക്ലാസ്സിലുണ്ടാക്കി. നൗ വി ആർ ഗോയിങ്. പെബിൾ ബീച്ചിൻ്റെ അടുത്തായിട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഒരുപാട് നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതിനകത്ത് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ദാബ റെസ്റ്റോറൻറ്റ് ഉണ്ട്. സോ വി ആർ പ്ലാനിങ് ടു ഗോ ദെയർ ടു ഹാവ് അവർ ലഞ്ച്. സോ ദിസ് ഇസ് ജസ്റ്റ് ലൈക്ക് എ ഷോർട്ട് പിക്നിക് പോലെ. ചെന്നൈയിൽ ഉള്ളവർക്ക് ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ട്. നിങ്ങൾക്ക് വരാം. അടിപൊളി ബീച്ചാണ്, നല്ല ക്ലീനാണ്, ഒരുപാട് ആൾക്കാരില്ല, നോയ്സി അല്ല. പിന്നെ ബീച്ചിൻ്റെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, തറയിൽ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കമ്പയർ ടു മെറീന ബീച്ച് അല്ലെങ്കിൽ ബസന്റ് നഗറൊക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഭയങ്കര ക്രൗഡഡാണ്. ഒരുപാട് കടകളും ഒക്കെ ആയിട്ട് ഒരുമാതിരിയാണ്, അത്രയും അങ്ങോട്ട് സുഖം കിട്ടില്ല. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവിടെ അടിപൊളിയാണ്. നിങ്ങൾ ചെന്നൈയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ബീച്ച് കാണണം എന്നുണ്ടെങ്കിൽ പെബിൾ ബീച്ച് ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. അമരാവതി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഈ പെബിൾ ബീച്ച് എത്തുന്നതിൻ്റെ മുമ്പേ ആയിട്ട് തന്നെ ഇങ്ങനൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അമരാവതി എന്ന് പറയുന്നത് ആന്ധ്ര മെസ്സാണ്. അതിൻ്റെ പിറകിലായിട്ട് നമുക്ക് ഈ ഒരു ദല്ലി ധാബ കാണാൻ പറ്റും. നല്ല രസമായിട്ടുള്ള ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതുവഴി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ദല്ലി ധാബ.
സായി കോളേജിൽ പോകുമ്പോഴത്തേക്കുവേ ഹോസ്റ്റലിൽ നിൽക്കുമോ അതോ ഡാഡിയുടെ അമ്മയുടെയും കൂടെ നിൽക്കുമോ? എവിടെ നിൽക്കും? With my mom and dad. അപ്പോഴത്തേക്ക് അമ്മ കാണിച്ചു തരും. കോളേജിൽ പോകുന്ന സമയമാകുമ്പോഴത്തേക്ക് അമ്മ ഇങ്ങനെ ഫോൺ എടുത്തിട്ട് കാണിച്ചു തരും. അപ്പോൾ സായിമ പറയുമോ ഐ വോണ്ട് സ്റ്റേ വിത്ത് മൈ ഫ്രണ്ട്സ് എന്ന് പറയുമായിരിക്കുമോ? നോ. അങ്ങനെ കുറച്ച് നേരം ഞാനും സായും കൂടെ കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നു. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നു കേട്ടോ. ഇത് കുറച്ചധികം നാൾ മുമ്പ് നമ്മൾ എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് അത്ര ഓർമ്മയില്ല എന്തൊക്കെയാണ് നമ്മൾ മേടിച്ചതെന്ന്. ഐ തിങ്ക് ദിസ് ഈസ് ഒരു സ്വീറ്റ് ടേസ്റ്റ് വരുന്ന ഒരു ചിക്കൻ ആയിരുന്നു കേട്ടോ സ്റ്റാർട്ടറായിട്ട് മേടിച്ചിട്ടുള്ളത്. പിന്നെ സെയിം ഒരു ടേസ്റ്റിൽ വരുന്ന തന്നെ പൊട്ടറ്റോ വെഡ്ജസും മേടിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടും തന്നെ നല്ലതായിരുന്നു. ഇതിന് ശേഷം ഞാൻ ഇതേ ഒരു ടേസ്റ്റ് വരുന്ന രീതിയിൽ വീട്ടിൽ ചിക്കൻ ലോലിപോപ്പ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ശരത്തിന് എപ്പോഴും ഈ നാൻ എന്തെങ്കിലും ബ്രെഡ് ഐറ്റവും പിന്നെ ഗ്രേവിയാണ് ഓപ്റ്റ് ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരും ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സാരംഗ് അതിൻ്റെ മട്ടൻ പീസ് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുന്നതാട്ടോ ഇത്. അവൻ പറഞ്ഞു അമ്മ ഫോണൊന്ന് എടുത്ത് ഞാനിത് ടേസ്റ്റ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടീസ് മട്ടൻ പീസ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൻ ഇങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ട് പറയാനൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കുറച്ച് മധുരം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബ്രൗണിയും മേടിച്ച് നമ്മൾ അന്നത്തെ ദിവസം ലഞ്ച് അങ്ങ് മുടിച്ചു. ബാക്കി ഫുഡും പാക്ക് ചെയ്ത് വി ആർ ഗോയിങ് ബാക്ക് ഹോം. ഇവിടെ ഭയങ്കര ഗ്രീനറിയാണ്, കുറേ ചെടികളൊന്നും ഇതില്ല, നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, നമ്മുടെ ഈ ഒരു കുട്ടി വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും ബൈ.